ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. ഞാൻ സൂരജ് കോടിയേരി. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വരുന്ന കുറെ എക്സാംസുകൾക്ക് അല്ലെ 10th ലെവലും 12th ലെവലും ആയിട്ടുള്ള ഒരുപാട് എക്സാംസുകൾക്ക് നമുക്ക് ASM പോലുള്ള എക്സാമുകൾക്കും 12th ലെവൽ എക്സാമിന് യൂണിഫോം പോസ്റ്റ് എക്സാമുകൾക്കൊക്കെ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം. ഇതൊരു റിവിഷൻ ആയിട്ട് കാണാം. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇത് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചിലപ്പോൾ ആൾക്കാർ എന്താണ് പെട്ടെന്ന് വെപ്രാളത്തിലൊക്കെ, അതായത് നമ്മുടെ ടെൻഷൻ അടിച്ച് വെപ്രാളത്തിലൊക്കെ കുത്തുന്ന സമയത്ത് മാറിപ്പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മളെപ്പോഴും ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ജോഗ്രഫിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാർട്ടിലുള്ള ലൊക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹിമാലയ പർവ്വതം, ഇന്ത്യൻ മഹാസമുദ്രം, ഇത് രണ്ടും നമ്മൾ നോക്കുന്ന സംസ്ഥാനത്ത് വേണം അല്ലെ. അപ്പോൾ ഹിമാലയ പർവ്വതം ആദ്യത്തെ ടേം എടുക്കുക. അതില്ലാത്ത സംസ്ഥാനങ്ങളൊക്കെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഗുജറാത്ത് ഹിമാലയം ഇല്ല അല്ലെ. രണ്ട്, ഒറീസയിലും തീർച്ചയായും ഹിമാലയം ഇല്ല. ഇനി അരുണാചൽ പ്രദേശും വെസ്റ്റ് ബംഗാളും, ഇതിൽ രണ്ടിലും ഹിമാലയം നമുക്ക് കാണാൻ പറ്റും. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഹിമാലയം ഉള്ളത്. പക്ഷെ പശ്ചിമ ബംഗാളിൽ ഡാർജിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാലയ നിരകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇനി അപ്പോ ഇതിൽ രണ്ടിൽ ഏതാണ് ആൻസർ അറിയാൻ രണ്ടാമത്തെ കീവേഡ് എടുക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ സമുദ്രം ഒബ്വിയസ്ലി അരുണാചൽ പ്രദേശിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ആൻസറിലേക്ക് പോകാം. ഞാൻ കണ്ടില്ലേ, ഞാൻ ഡയറക്ട്ലി ആൻസറിലേക്കല്ല പോയത്, എലിമിനേഷൻ ചെയ്തിട്ട് ഓരോ കീവേഡ് എടുത്ത് എലിമിനേഷൻ ചെയ്തിട്ടാണ് ആൻസറിലേക്ക് എത്തിയത്. അപ്പോ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളാണ്. ഹിമാലയ പർവ്വതവും അതുപോലെ സമുദ്രവും കാണാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ പശ്ചിമ ബംഗാൾ, മറക്കരുത്. ഓക്കെ, അപ്പോ ഇതാണ് പശ്ചിമ ബംഗാൾ. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ മാപ്പിൽ കാണാം. പശ്ചിമ ബംഗാളിന് ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു സ്ഥലം അല്ലെ, മുകളിലോട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയുണ്ട്. ഇവിടെയാണ് ഡാർജിലിംഗ് ഒക്കെ ഉള്ളത്, ഹിമാലയ പർവ്വതങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതെല്ലാം കേരള PSC പലതവണ പല എക്സാംസുകൾക്കായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ പല ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ട് വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് എന്താണ്? എന്നിട്ട് PSC ആൻസർ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത് സമതലങ്ങൾ, പീഠഭൂമികൾ, നദികൾ, തീരപ്രദേശങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ ഫേസ് ചെയ്യണം? ഭക്ഷ്യ കലവറയാണ് ചോദിച്ചത് എന്ന് വെച്ചാൽ ഒരുപാട് ഫുഡുള്ള സ്ഥലം അല്ലെ, ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായിരിക്കും അല്ലെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ധാന്യ കലവറ എന്ന് പറയാം. ധാന്യ കലവറയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് എന്ത് നടക്കണം? കൃഷി നടക്കണം അല്ലെ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയാണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. കാർഷിക മേഖലയായിരിക്കില്ലേ? ഓക്കെ, കാർഷിക മേഖലയാണെങ്കിൽ നന്നായിട്ട് കൃഷി നടക്കണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മണ്ണാണ് അല്ലെ. എന്ന് വെച്ചാൽ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് വേണം അല്ലെ. ഫലപുഷ്ടിയുള്ള മണ്ണ് എന്ന് പറയുന്നത് എന്താ? എക്കൽ മണ്ണാണ്. എന്താ? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് എവിടെയാ കാണാം? എക്കൽ എന്ന് വെച്ചാൽ എന്താ? നദിയുടെ നിക്ഷേപത്തെ വിളിക്കുന്ന പേരാണ് എക്കൽ അല്ലേ. അപ്പോ എക്കൽ എന്ന് വെച്ചാൽ നദിയുടെ നിക്ഷേപം അല്ലെ, നദിയുടെ നിക്ഷേപം. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് ചുമ്മാ നോക്കാം. ഓക്കെ, നോക്കാം. പീഠഭൂമികൾ അല്ല, നദിയുടെ നിക്ഷേപം കൊണ്ട എക്കൽ മണ്ണ് ഉള്ള സ്ഥലങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? സമതലം എന്നാ വിളിക്കുക. എ എന്ന ഓപ്ഷനിൽ സമതലങ്ങൾ കാണാം. ഇതായിരിക്കാം അല്ലേ ആൻസർ? നോക്കാം, നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടി ഒന്ന് നോക്കാം. സിയിൽ നദികൾ എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷ്യകലവറ നദിയാണോ? അല്ല, നദിയുടെ കരയിലുള്ള സമതലങ്ങളാണ്. അപ്പൊ സിയുമല്ല. ഡി, തീരപ്രദേശങ്ങൾ, തീർച്ചയായും അതുമല്ല. കാരണം തീരപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങ് കടലിനടുത്തുള്ള സ്ഥലങ്ങളായി. ഇവിടെ അധികം കൃഷി ചെയ്യാൻ പറ്റില്ല. തെങ്ങും നെല്ലും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ലവണാംശം ഉണ്ടാവും.
അപ്പോ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ, സമതലങ്ങളാണ്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് മറ്റു കുറേ ക്വസ്റ്റ്യൻസുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ദേ ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ മാത്രമല്ല, ഇന്ത്യയുടെ ധാന്യകലവറ, അല്ലെങ്കിൽ ഇന്ത്യയുടെ അപ്പക്കൂട എന്താണെന്നും ചോദിക്കാം. ഇതൊക്കെ നമ്മുടെ സമതലങ്ങളാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിൽ എന്തായിരിക്കും തരിക? ഉത്തര മഹാസമതലമായിരിക്കും ഓപ്ഷൻ ആയിട്ട് തരിക. അതായാലും തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. ഇനി ഇന്ത്യയുടെ കാർഷിക ഭൂവിഭാഗം, ഇന്ത്യയുടെ ഏറ്റവും ഫലപുഷ്ടമായ ഭൂവിഭാഗം, ഇന്ത്യയുടെ എക്കൽ ഭൂവിഭാഗം, ഇന്ത്യയുടെ ഉത്തര മഹാസമതലത്തിൽ കാണുന്ന മണ്ണ് ഏതാണെന്ന് ചോദിക്കാം. എക്കൽ മണ്ണ്. സമതല അല്ലേ? നദിയുടെ നിക്ഷേപം അല്ലേ? മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, അടുത്ത ചോദ്യം സുഖവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ദേ ഒന്ന് വായിച്ചു നോക്കിയേ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിലെ ഏതു മലനിരയിലാണെന്നാണ് ചോദിച്ചത്. ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹിമാലയത്തിൽ നിന്നുള്ള ചോദ്യമാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ദേ ഹിമാലയം ഇങ്ങനെ 3 തരത്തിലാണ് ഉള്ളത്. ആദ്യത്തേതാണ് ഹിമാദ്രി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹിമാദ്രി. എത്ര ഇവന്റെ ഉയരം? മഞ്ഞ് മൂടി കിടക്കുന്ന ഹിമാദ്രി. മഞ്ഞ് മൂടിക്കിടക്കും വർഷത്തിലുടനീളം. കാരണം ഇവന് 6000 മീറ്റർ ആണ് ഉയരം. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല ഉയരമുള്ള ഒരു 4000 മീറ്ററിന് മുകളിലൊക്കെ എന്തായിരിക്കും? മഞ്ഞ് മൂടിക്കിടക്കും. ദാ ഇതുപോലെ. സെറ്റല്ലേ? ഇനി 3000 മീറ്റർ ഉള്ള അടുത്ത ആളാണ് ഹിമാചൽ. ഇതാണ് 3000 മീറ്റർ മാത്രം ഉയരമുള്ള ഹിമാചൽ. ഇനി മൂന്നാമത്തവനാണ് ശിവാലിക്. ശിവാലിക്കിന്റെ ഉയരം നിങ്ങളുടെ NCERT SCERT പുസ്തക പ്രകാരം 1220 മീറ്റർ ആണ്. അപ്പോ ഇതാണ് നമ്മുടെ ശിവാലിക്, ഹിമാചൽ, ഹിമാദ്രി. കൂട്ടത്തിൽ ആരാ വലുത്? അവരാണല്ലേ. ക്വസ്റ്റ്യൻസ് പറയട്ടെ, അവനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്ന്, ഏറ്റവും ഉയരമുള്ള ഹിമാലയത്തിലെ പർവ്വതനിര ഏത് എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോ ഈ ഡയഗ്രാം ആലോചിക്കുക. ഏറ്റവും വലുതാരാ? ഹിമാദ്രി. വർഷത്തിലുടനീളം മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതനിര ഏതാ? അവൻ അല്ലെ? ഹിമാദ്രി അല്ലെ? ഹിമാദ്രിയാണ് വർഷത്തിലുടനീളം മഞ്ഞ് മൂടിക്കിടക്കുന്നത്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആരാ? നോക്കിയേ, കാണുമ്പോൾ തന്നെ അറിയാം, അവൻ തന്നെ ഹിമാലയത്തിന്റെ നട്ടെല്ല്, ബാക്ക് ബോൺ ഓഫ് ഹിമാലയ. സെറ്റല്ലേ? ഏറ്റവും ഉയരം കൂടിയതാരാ? ഏറ്റവും വലുതാരാ? 6000 മീറ്റർ ഉയരമുള്ള ആരാ? എല്ലാം നമ്മുടെ ഹിമാദ്രി തന്നെ. ഓക്കെ, അപ്പൊ അവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയല്ലോ. ഏറ്റവും ചെറുതാരാ? ഏറ്റവും തെക്ക് ഭാഗത്തുള്ളതാരാ? 1220 മീറ്റർ മാത്രം ഉയരമുള്ളതാരാ? ഏറ്റവും പുറമേയുള്ള ഹിമാലയം ഏതാ? എല്ലാം കിട്ടിയില്ലേ? ആരാ? ശിവാലിക്. ഇനി ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ളവനാണ് ഹിമാചൽ. ഹിമാചലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഇവന്റെ ഹൈറ്റ് നോക്കുക. 3000 മീറ്റർ അല്ലേ? അധിക ഉയരം ഉണ്ടോ? ഇല്ല. എന്ന് വിചാരിച്ച് ഉയരം വളരെ കുറവാണോ ശിവാലിക് പോലെ? അല്ല. 3000 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും. എന്ന് വിചാരിച്ച് ഹിമാദ്രി പോലെ 0 താഴെയായിരിക്കില്ല തണുപ്പ്, മിതമായ തണുപ്പായിരിക്കും അല്ലെ? എന്ന് വെച്ചാൽ ഒരു 10-15 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ടെമ്പറേച്ചർ വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സുഖവാസ കേന്ദ്രങ്ങൾ മിക്കതും കാണുന്നത് എവിടെയായിരിക്കും? ഹിമാചൽ ഹിമാലയത്തിലേക്കായിരിക്കും. കാരണം ഇവന് 3000 മീറ്റർ, ഒരു 10-15 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും. അപ്പൊ താപനില നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. എന്ന് വിചാരിച്ച് എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡും ആയിരിക്കില്ല. അപ്പോ സിംല, ഡാർജിലിംഗ് മാത്രമല്ല, മണാലി അല്ലെ, അൽമോറ അല്ലെ, എല്ലാം സ്ഥിതി ചെയ്യുന്നത്, നൈനിറ്റാൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹിമാചൽ ഹിമാലയത്തിലാണ്. ഈ കാര്യം മറക്കരുത്, എക്സാമിന് എത്രയോ തവണ ചോദിച്ചതാണ്. എന്നിരുന്നാലും ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന 1-2 കാര്യങ്ങളുണ്ട്, അതുകൂടി പറയാം. ഈ പറഞ്ഞ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ എവിടെയാണ്?
ഒന്നാമത്തതായിട്ടുള്ള ഡാർജിലിംഗ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ്. കടലും ഹിമാലയുള്ള ഒരേ സ്റ്റേറ്റ് ഇത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. 2, ഷിംല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അല്ലെ? സിംല സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇനി അൽമോറ അതുപോലെ നൈനിറ്റാൽ അതുപോലെ നമ്മുടെ ഡെറാഡൂൺ മസൂറി. ഡെറാഡൂണും ഉത്തരാഖണ്ഡിലാണ്, പക്ഷെ ഡെറാഡൂൺ താഴ്വരയാണ്. അപ്പോ മസൂറി ഇവരെല്ലാരും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറയുന്നുണ്ട്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് അഥവാ രാജ്ഞി, ക്വീൻ അല്ലെ? ആരാ? ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ആരാ? മസൂറിയാണ്. PSCയുടെ ആൻസർ എന്താ? മസൂറി. ഉത്തരാഖണ്ഡിലെ മസൂറിയാണ്. അതേസമയം രാജകുമാരിയാണ് ചോദിക്കുന്നതെങ്കിൽ, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി അഥവാ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിലുള്ള കൊടൈക്കനാലാണ് ആൻസർ. കൊടൈക്കനാലാണ് ആൻസർ. തമിഴ്നാട്ടിലെ നമ്മുടെ പളനി മലയിലായി സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാലാണ് ആൻസർ ആയിട്ട് വരുന്നത്, മറക്കരുത്. അപ്പോ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ്താവനയുള്ള ചോദ്യം അല്ലേ? പ്രസ്താവനയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എടാ, ഞാനൊരു കാര്യം പറയാം, ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിഞ്ഞാൽ മാത്രമേ കുത്താൻ പറ്റൂ അല്ലെ? ഈ 4-ൽ ഏതോ ഒന്നാണ് ആൻസർ. അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും എന്ത് ചെയ്യേണ്ടി വരും? വിട്ടുകളയേണ്ടി വരും. പ്രസ്താവനയുള്ള ചോദ്യം അങ്ങനെയല്ല. 4 സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? ആക്ച്വലി ഈ 4 ക്ലൂ ആണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഈ 4-ൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നോ ശരിയാണെന്നോ അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ 1-2 ഓപ്ഷൻസുകൾ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരവും സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? എടാ, ഒരു പ്രസ്താവനയുള്ള ചോദ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് തന്നെ ചെയ്യാം. നമ്മുടെ കണ്ണ് ആദ്യം സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അങ്ങനെ പോകരുത്. ആദ്യം തൊട്ട് തന്നെ വായിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പോ നോക്കിക്കോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഞാൻ ആദ്യം എന്താ ചെയ്തേ? കീ ടേം അണ്ടർലൈൻ ചെയ്തു. ശരിയാണോ തെറ്റാണോ ചോദിച്ചത് എന്ന് ഞാൻ എന്ത് ചെയ്തു? വട്ടം ഇട്ട് വെച്ചു. കിഴക്കൻ തീരം അല്ലെ? അപ്പൊ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തീർച്ചയായും നോക്കേണ്ടത്. അപ്പോ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും അപ്പൊ തന്നെ നമുക്ക് ഇവനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ കിഴക്കൻ തീര സമതലത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ എന്താ? അറബിക്കടല് പടിഞ്ഞാറല്ലേ? അറബിക്കടല് തീർച്ചയായും നമ്മുടെ പടിഞ്ഞാറല്ലേ? നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കൻ തീര സമതലത്തെ കുറിച്ചാണ് അല്ലെ? കിഴക്കൻ തീര സമതലത്തെ കുറിച്ചാണ്. അപ്പൊ കിഴക്കൻ തീര സമതലത്തിന് പശ്ചിമഘട്ടമായിട്ട് ഒരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എലിമിനേറ്റ് ചെയ്തു. ടൈം ഇഷ്യൂ ഉണ്ടല്ലേ? ടൈം എന്താണ്? എത്താൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചോ? തെറ്റാണെന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണോ ചെയ്യേണ്ടത്? അല്ല, ഡോണ്ട് ഡു ദാറ്റ്. സമയം വേസ്റ്റ് ആക്കരുത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, തെറ്റാണെന്ന് കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ശരിയാണെന്ന് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എലിമിനേഷൻ ചെയ്യണം. എന്നിട്ടേ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടി, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എലിമിനേഷൻ ചെയ്യുന്നു. ഒന്ന് ഇവിടെയുണ്ട്, എലിമിനേറ്റഡ്. ഒന്ന് ഇവിടെയുണ്ട്, എലിമിനേറ്റഡ്. ഇവിടെയും ഒന്നുണ്ട്, ഓൾ ഓഫ് ദി അബോവ് അല്ലേ? എലിമിനേറ്റഡ്. ആൻസർ എന്താ?
ഡി. 2, 3, 4 വായിച്ച് സമയം പോക്കണോ? വേണ്ട. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു കാരണവശാലും സമയം വെറുതെ പോക്കരുത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് തെറ്റാണെന്ന് കിട്ടിയ ഉടനെ എലിമിനേഷനിലേക്ക് പോകുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എനിവേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3ഉം 4ഉം ശരിയാണെന്നാണ് അല്ലെ ഓപ്ഷൻ പറയുന്നത്. 3 ഡെൽറ്റകൾ കാണപ്പെടുന്നു. തീർച്ചയായും കിഴക്കൻ തീരസമതലത്തിൽ ഗോദാവരി, കൃഷ്ണ, ഈവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് പോലും കാണുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ അല്ലെ, സുന്ദർബൻസ് തൊട്ട് കന്യാകുമാരി വരെയാണ്. 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യെസ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റാണ്. താരതമ്യേന വീതി കുറവല്ല, കൂടുതലാണ്. ഒരുപാട് ഡെൽറ്റകൾ ഉണ്ടാക്കുന്നില്ലേ നദികൾ? മഹാനദി, സുവർണരേഖ, ഗോദാവരി, കൃഷ്ണ, കാവേരി, പെന്നാർ, പാലാർ, വൈഗ, ഒരുപാട് നദികൾ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ തീരസമതലത്തിന്റെ വീതി എന്താ? ഈ കിഴക്കൻ തീരസമതലത്തിന്റെ വീതി എന്താ? കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ കാര്യവും മറക്കരുത്. ഓക്കെ, സെറ്റ് അല്ലേ? പിടികിട്ടിയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. യെസ്, വായിച്ചു നോക്കുക. ഇത് UP സ്കൂൾ അസിസ്റ്റന്റ്, UP അസിസ്റ്റന്റിന് 2016 വന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന്. സിയാച്ചിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ക്വസ്റ്റ്യന് ശേഷം ഞാൻ പറയും. ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ. ആദ്യത്തെ പോയിന്റ് PSC തന്നെ പറഞ്ഞിട്ടുണ്ട്. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധക്കളം. ഇത് സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ചോദിച്ചത് അല്ലെ. പ്രധാനമന്ത്രിയാണ് ചോദിച്ചത്. ആദ്യമായിട്ട് സിയാച്ചിൻ സന്ദർശിച്ച പ്രധാനമന്ത്രി. ഡയറക്ട്ലി ഞാൻ ആൻസറിലേക്ക് പോവാണ്. ഇത് അറിഞ്ഞാൽ മാത്രമേ കുത്താൻ പറ്റൂ. ഒരു ലോജിക്ക് ഇവിടെ വർക്ക് ചെയ്യില്ല. ആദ്യമായിട്ട് സിയാച്ചിൻ സന്ദർശിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് 2005. ഓക്കെ, ആദ്യമായിട്ട് സന്ദർശിച്ച രാഷ്ട്രപതിയാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. ആദ്യമായി സന്ദർശിച്ച പ്രധാനമന്ത്രിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇനി രണ്ടാമതായി സന്ദർശിച്ച രാഷ്ട്രപതി, രണ്ടാമതായി സന്ദർശിച്ച പ്രധാനമന്ത്രിയായിരിക്കും ഇനിയുള്ള എക്സാംസുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യത. രണ്ടാമതായിട്ട് നമ്മുടെ സിയാച്ചിൻ സന്ദർശിച്ചത് നരേന്ദ്രമോദിയാണ്. രണ്ടാമതായിട്ട് സിയാച്ചിൻ സന്ദർശിച്ച രാഷ്ട്രപതി ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംനാഥ് കോവിന്ദ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. കലാം 2004 സന്ദർശിച്ചത്. അതിന്റെ അടുത്ത വർഷം തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സന്ദർശിക്കുന്നു. ആൻഡ് 2014 മോഡി നമ്മുടെ സിയാച്ചിൻ സന്ദർശിക്കുന്നത്. ആൻഡ് അതുപോലെ സെക്കൻഡ് രാഷ്ട്രപതി രാംനാഥ് സിംഗ് സന്ദർശിക്കുന്നത് 2018. അപ്പൊ ഈ പോയിന്റ്സുകളൊന്നും മറന്നു പോകരുത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന തരത്തിലുള്ള പോയിന്റ്സുകളാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സിയാച്ചിനും നിന്ന് മറ്റേതൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരാം? സിയാച്ചിൻ ഹിമാനിയിൽ നിന്നുള്ള മറ്റേതൊക്കെ ചോദ്യങ്ങൾ എക്സാമിന് വരാം? സിയാച്ചിൻ ഹിമാനി. ആദ്യത്തെ ചോദ്യം, ഈ വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ് സിയാച്ചിൻ ഹിമാനിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ആ സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇതിനെ നമ്മൾ 3ാം ധ്രുവം എന്നും വിളിക്കാറുണ്ട്. കാരണം വലിയൊരു ഐസ് പാളിയുള്ള സ്ഥലം, ഐസ് നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ടായിരിക്കണം ഇതിനെ 3ാം ധ്രുവം എന്ന് വിളിക്കുന്നത്. ഇനി തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനിയാണിത്. ഇന്ത്യയിലെ തീർച്ചയായും ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ഹിമാനിയാണ് നമ്മുടെ സിയാച്ചിൻ, മറക്കരുത്. ആൻഡ് അതുപോലെ ധ്രുവപ്രദേശങ്ങളിൽ അല്ലാത്ത, ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി ഒന്നും അല്ല കേട്ടോ, മാറിപ്പോരുത്, ഇന്ത്യയിലെ മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി എവിടെയായിരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി എവിടെയായിരിക്കും? അന്റാർട്ടിക്കയിലായിരിക്കില്ലേ? ആ ഹിമാനിയുടെ പേരെന്താണെന്ന് നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടണം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും. ധ്രുവപ്രദേശങ്ങളിൽ അല്ലാത്ത ഏറ്റവും വലിയ ഹിമാനിയാണോ? അല്ല, ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിമാനി.
രണ്ടാമത്തെ ഹിമാനിയാണ് നമ്മുടെ സിയാച്ചിൻ. ഇതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. ഇനി സിയാച്ചിൽ നിന്ന് വരുന്ന മറ്റു ചോദ്യങ്ങൾ, തീർച്ചയായും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി അഥവാ യുദ്ധക്കളമാണ്. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. എടാ യുദ്ധഭൂമി അല്ലേ, നമ്മുടെ സൈനികരില്ലേ? അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർമി പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നമ്മുടെ സൈനികർ ഉപയോഗിക്കുന്ന എലിപ്പാഡ് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ, ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഇവിടുന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്. ഏതാണ്? നുബ്ര നദിയാണ് നമ്മുടെ സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ഇത് കഴിഞ്ഞ വർഷം പോലും കറണ്ട് അഫയറിലൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം, ഇവിടെ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നദി നുബ്ര നദിയാണ്. നുബ്ര നദിയുടെ താഴ്വര അറിയപ്പെടുന്നത് തന്നെ സിയാച്ചിനിലേക്കുള്ള കവാടം എന്നാണ്, മറക്കരുത്. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. ഇനി അടുത്തൊരു കാര്യം കൂടി പറയട്ടെ, സിയാച്ചിനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ സിയാച്ചിൻ പാകിസ്ഥാൻ സൈനികരിൽ നിന്നും നമ്മൾ തിരിച്ചു പിടിച്ചത്, പാകിസ്ഥാൻ അധിനിവേശം ചെയ്ത ഒരു പ്രദേശമായിരുന്നു സിയാച്ചിൻ. ഈ പാകിസ്ഥാൻ സൈനികരിൽ നിന്നും നമ്മളൊരു യുദ്ധ പോരാട്ടത്തിലൂടെ ഒരു ഓപ്പറേഷനിലൂടെ ഇത് തിരിച്ചു പിടിച്ചു. ആ ഓപ്പറേഷന്റെ പേരെന്താണെന്നും എക്സാമിന് ചോദിക്കാം. പാകിസ്ഥാൻ സൈനികരിൽ നിന്നും സിയാച്ചിൻ തിരിച്ചു പിടിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത്. ഇതും എക്സാമിന് വരാവുന്നതാണ്. 1984 എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. സെറ്റല്ലേ? അപ്പൊ സിയാച്ചിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിന്റെ അനുബന്ധമായിട്ടുള്ള വിവരങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഫാക്റ്റുകളുമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.